മുണ്ടക്കൈ വനറാണി എസ്റ്റേറ്റിൽ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടിയ മേഖലയിൽ വീണ്ടും ചെറിയ മണ്ണിടിച്ചിലുണ്ടായി. മഴ കനത്തതോടെയാണ് ഇളകിയ മണ്ണ് ഒഴുകിയിറങ്ങുന്നത്. പുന്നപ്പുഴ കലങ്ങാൻ ഇതും കാരണമായി എന്നാണ് വിലയിരുത്തൽ. കമൽ വിവരങ്ങളുമായിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. കമൽ, നിലവിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഇടങ്ങളിൽ നിന്ന് കുത്തൊഴുക്കുണ്ടോ? ആ ബെയിലി പാലത്തിന്റെ ഒരു ചെറിയ ഭാഗമൊക്കെ സൈഡ് തിട്ട ഇത്തിരി ഇടിഞ്ഞതായിട്ട് നേരത്തെ കണ്ടിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് സ്ഥിതി? നേരത്തേതിലും കുത്തൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, മഴയുടെ ശക്തിയും കുറഞ്ഞിട്ടുണ്ട്, ഇടവിട്ട മഴ പെയ്യുന്നുണ്ട്. നമ്മൾ അല്പം മുമ്പ് കാണിച്ച ദൃശ്യം പുഞ്ചിരിമട്ടത്തെ വനറാണി എസ്റ്റേറ്റിന്റെ സൈഡിലുള്ള മതിലാണ്. അത് കഴിഞ്ഞ തവണത്തെ ഉരുൾപൊട്ടലിലാണ് അത് അത്തരത്തിൽ വലിയ രീതിയിൽ ഇടിഞ്ഞത്. പക്ഷേ അവിടെ ഇന്ന് ചെറിയ രീതിയിൽ ആ ഇടിഞ്ഞ ഭാഗത്ത് നിന്ന് മണ്ണ് ഒഴുകിയിറങ്ങുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. ചുവന്ന മണ്ണ് ഒലിച്ചിറങ്ങുന്നുണ്ട്. അത്തരത്തിൽ ആ ഇടിഞ്ഞ ഭാഗം വീണ്ടും അതിൻ്റെ ഇളകി നിന്ന മണ്ണൊക്കെ ഇടിഞ്ഞിറങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൂടിയാണ് ഈ പുഴ കലങ്ങാൻ കാരണമെന്ന് പറയുന്നു. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘം ഈ മേഖലയിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് പുഴയിൽ കുത്തൊഴുക്ക് കൂടാൻ കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച്. മാത്രമല്ല, ഈ മുണ്ടക്കൈയിൽ നിന്ന് വരുന്ന പുഴയോട് ഈ ചൂരൽമല എത്തുന്നതിന് മുൻപ് 8-ാം നമ്പറിൽ നിന്ന് വരുന്ന മറ്റൊരു പുഴ കൂടി ചേരുന്നുണ്ട്. ആ പുഴയിലാണ് കൂടുതൽ നീരൊഴുക്ക് ഇന്ന് ഉണ്ടായതെന്നും ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. അത് മുണ്ടക്കൈയിൽ നിന്ന് ഒഴുകി വരുന്ന പുഴയല്ല, തൊട്ടിപ്പുറത്ത് ഏതാണ്ട് പടവെട്ടിക്കുന്നിന്റെ അരികിൽ 8-ാം നമ്പർ എന്ന സ്ഥലത്ത് നിന്ന് ഒഴുകി വരുന്ന പുഴയാണ്. ആ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതും ഇവിടെ പുന്നപ്പുഴയിൽ വെള്ളം ഉയരാൻ കാരണമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. കാരണം തഹസിൽദാർ ഇക്കാര്യത്തിൽ ഈ ദിനപത്തയുടെ കാര്യമാണ് ഇപ്പോൾ വലിയ വിഷയമായി നിൽക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ദുരന്തബാധിതരുടെ പട്ടികയിൽ 402 പേരെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ അതിന് പുറത്ത് ഈ ജോലി നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഈ ദുരന്തത്തിന്റെ മറ്റ് രീതിയിൽ ആഘാതം അനുഭവിച്ച ആളുകളെയൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് പലപ്പോഴായി സോർട്ട് ചെയ്ത ഈ ദിനപത്തയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അവർക്ക് ദിനപത്ത കിട്ടണം. അതായത് ഈ 3 വാർഡുകൾ, ഈ പ്രദേശത്തെ 3 വാർഡുകളിലെയും മുഴുവൻ ആളുകൾക്കും ദിനപത്ത അനുവദിക്കണം എന്നതാണ് പ്രധാന ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് രാവിലെ മുതൽ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. ഇക്കാര്യം പരിഗണിക്കാമെന്ന് തഹസിൽദാർ അല്പസമയം മുമ്പ് പറഞ്ഞപ്പോൾ അതല്ല, വ്യക്തമായ ഉറപ്പ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാണ് ജനങ്ങൾ തഹസിൽദാരെ പോകാൻ. ജനങ്ങളുടെ പ്രതികരണങ്ങൾ, ആ വിഷയത്തിലെ പ്രതികരണങ്ങൾ കേൾക്കാം. ഈ 3 വാർഡുകൾക്ക്, ഈ 3 വാർഡില് ആളുകൾക്ക് ഇവർ താൽക്കാലികമായിട്ടുള്ള ധനസഹായം കൊടുക്കാന്ന് പറഞ്ഞതാ. അത് ഈ വില്ലേജ് ഓഫീസർ നിലനിർത്തിയത്. നിക്ക് സാറേ ഈ പൈസ ഈ 300 ദിനപത്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങൾ ഈ മഴയത്ത് പണിക്ക് പോകില്ല സാർ. അത് സർക്കാർ നിഷേധിക്കാണ്. ഞങ്ങൾക്ക് പണിയില്ല, ഒന്നുമില്ല. ഈ 3 വാർഡ് ആൾ കൊടുക്കാന്ന് പറഞ്ഞതാ. ഇപ്പൊ ഒറ്റയടിക്ക് അവർ നിശ്ചയിച്ചു, ഒരടിക്കാണ് നിശ്ചയിച്ചത്. എന്ത് ഞങ്ങൾക്കുള്ളത്? ഞങ്ങളെല്ലാം കുടുക്കിയിട്ടേക്കാണ്. ഇവിടുത്തെ ഗവൺമെന്റ് കുടുക്കിയിട്ടേക്കാണ്. ഞങ്ങളൊക്കെ ഇവിടെയുള്ള ജനങ്ങളെ കണ്ടറിയണ്ടോ? ഈ ജനങ്ങൾക്കൊക്കെ 10 പൈസ കൊടുക്കാതെ സർക്കാർ ഞങ്ങളെ കുടുക്കിയിട്ടേക്കാണ്. കമൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. കമൽ, ഈ ഒരു പ്രശ്നമുണ്ടായ സമയത്ത് ജനങ്ങൾ അവരുടെ മുഴുവൻ ആശങ്കകളും പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഒരു കാര്യം കൂടി ചെയ്യുകയാണ്. അവിടെ വന്നെത്തിയ തഹസിൽദാർക്ക്, വില്ലേജ് ഓഫീസർക്കൊക്കെ ആ പ്രതിഷേധം, അതിൻ്റെ രൂക്ഷത അറിയേണ്ടിയും വന്നു, ജനരോഷത്തിന് ഇരയാകേണ്ടിയും വന്നു. പിന്നീട് എങ്ങനെയാണ് അത് അവസാനിച്ചത്, ഈ സംഘർഷം അവസാനിച്ചത്? മധു, സംഘർഷാവസ്ഥ നിലനിൽക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ആളുകൾ ഇവിടെ തന്നെ കൂടി നിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് തിരികെ പോകാനും കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥർ ഏറെ നേരത്തെ കൂടിയാലോചനയ്ക്ക് ശേഷം ഇക്കാര്യം പരിഗണിക്കാമെന്ന് അറിയിച്ചെങ്കിലും ജനങ്ങൾ വ്യക്തമായ ഒരു ഉറപ്പാണ് ആവശ്യപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ദുരന്തം ഉണ്ടായ ഘട്ടത്തിൽ ദിനപത്ത കിട്ടിയിരുന്ന കുറേ പേരുണ്ട്. അതോടൊപ്പം ഈ പ്രദേശത്തൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. ബെയിലിപ്പാലത്തിന് ഇക്കരെ ചൂരൽമല ഭാഗത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഈ ദുരന്തത്തിന്റെ ഇരകളാണ്. പല രീതിയിൽ ജീവിതം വഴിമുട്ടി, ദുരന്തം കാരണം ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ആളുകളാണ്. തങ്ങൾക്കും ഈ ദിനപത്ത കിട്ടിയേ തീരുകയുള്ളൂ. ഈ 3 വാർഡിലെയും മുഴുവൻ ആളുകൾക്കും ഈ 300 രൂപ ദിനപത്ത അനുവദിക്കണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായത്, രാവിലെ ഏതാണ്ട് ഒരു 8 മണിക്ക് ശേഷം മഴ കനത്തു. ആ സമയത്ത് പുന്നപ്പുഴ
കലങ്ങി കുത്തിയൊഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. പെട്ടെന്ന് അട്ടമലയ്ക്ക് പോകുന്ന റോഡിൽ വെള്ളം കയറി. അതോടുകൂടി അപ്പുറത്ത് പണിക്ക് പോയിരുന്ന 200ഓളം തൊഴിലാളികൾ അപ്പുറത്തുള്ളത് തന്നെ വലിയ ആശങ്കയ്ക്കിടയാക്കി. അവരെ ഇങ്ങോട്ട് എത്തിക്കാൻ ടാക്സി ഡ്രൈവർമാരൊക്കെ ജീപ്പുകൾ ഉപയോഗിച്ചാണ് തൊഴിലാളികളെ ഇങ്ങോട്ട് എത്തിച്ചത്. പെട്ടെന്ന് ഫയർഫോഴ്സോ മറ്റ് സംവിധാനങ്ങളൊന്നും പെട്ടെന്ന് എത്തിയതുമില്ല. അതൊക്കെ രാവിലെ ജനരോഷത്തിന് കാരണമായി. അങ്ങനെയായിരിക്കുമ്പോഴാണ് വില്ലേജ് ഓഫീസർ സ്ഥലത്തേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് നേരെ അദ്ദേഹമാണ് നേരിട്ട് ഈ ദിനപത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ഉദ്യോഗസ്ഥനാണ് വില്ലേജ് ഓഫീസർ. ഏറ്റവും വലിയ ജനരോഷം അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസർക്ക് നേരെയായിരുന്നു. പിന്നീട് തഹസിൽദാർ വന്നു, അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ സ്പെഷ്യൽ ഓഫീസർ വന്നു. ഇവർക്കൊക്കെ ഈ പ്രതിഷേധം നേരിടേണ്ടി വന്നു. ഇപ്പോഴും ജനങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. മാധു, അല്ല കമൽ, ഈ എസ്റ്റേറ്റിലേക്ക് പണിക്ക് പോയവരൊക്കെ എല്ലാവരും തന്നെ തിരിച്ചു വന്നിരുന്നല്ലോ അല്ലേ? ഇപ്പൊ രാവിലെ അവർ ചിലർ പറയുന്നത് കേട്ടാണ്, നമുക്ക് ആ വേതനം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ മഴയത്ത് പണിക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു ദിവസം പോയില്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിസന്ധിയിലാകുന്ന മനുഷ്യരാണ്. അപ്പോൾ നാളെയും അവരെ സംബന്ധിച്ച് വലിയ അനിശ്ചിതാവസ്ഥയാണ്. ഇതെന്താണ് സ്ഥിതി? നാളെയും അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് അവിടെ മേഖലയിലെ ജോലി തൽക്കാലം വേണ്ട എന്ന് അങ്ങനെ എന്തെങ്കിലും അധികൃതർ അവരോട് പറയുകയുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ തോട്ടം ഉടമകൾ? ദിവീഷ്, ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. പ്രധാനമായും ഹാരിസൺ മലയാളം കമ്പനിയുടെ തോട്ടങ്ങളിലെ തൊഴിലാളികളാണ്. അതിൽ മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് തൊട്ടടുത്ത അതിർത്തി വടുവഞ്ചാൽ കഴിഞ്ഞാൽ തമിഴ്നാടാണ്. അവിടെ നിന്ന് ദിവസവും ജീപ്പിലൊക്കെ വന്ന് തൊഴിലെടുക്കുന്ന ആളുകളുണ്ട്. ആസാമിൽ നിന്നുള്ള തൊഴിലാളികളുണ്ട്. അത്തരത്തിൽ നിരവധി തൊഴിലാളികളാണ് ഇന്ന് മറുവശത്ത് ഉണ്ടായിരുന്നത്. അവരെയൊക്കെ അടിയന്തരമായി ഇങ്ങോട്ട് എത്തിക്കുകയായിരുന്നു. നാളെ എന്തായാലും അവർക്ക് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നാളെ അടുത്ത 2 ദിവസം അവർക്ക് ആ തൊഴിൽ തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല. കാരണം ബെയിലി പാലം ഇന്ന് പോലീസ് കർശനമായി അങ്ങോട്ടുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ എന്തായാലും പണിക്ക് പോകാൻ കഴിയില്ല. അതൊക്കെ തന്നെയാണ് ഈ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം. സ്ഥിരമായി ജോലിയില്ല, എസ്റ്റേറ്റിൽ പോലും പണിക്ക് പോകാൻ പറ്റില്ല മഴയാണെങ്കിൽ. അപ്പോൾ ഈ ദിനപത്ര കിട്ടാതെ ജീവിതം മുന്നോട്ട് പോകില്ല എന്നുള്ള പ്രശ്നമാണ് ആളുകൾ പ്രധാനമായും ഉന്നയിക്കുന്നത്.